ശ്രീജിത് പണിക്കർ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണുന്നത് ഇതിനു മുൻപ് കാണാത്ത സംഭവങ്ങളൊന്നുമല്ല. ഇതെപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉള്ളതാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ അദ്ദേഹത്തിന് എതിരെയുള്ള ഒരു പടനീക്കം നടക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഇല്ല എന്ന് ആര് പറഞ്ഞാലും സമ്മതിക്കാൻ പറ്റാത്ത രീതിയിൽ. തീർച്ചയായിട്ടും ഇന്ന് ശ്രീ ചാണ്ടി ഉമ്മന്റെ പ്രസ്താവന വന്നപ്പോഴും അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ JS അഖിൽ പ്രതികരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസിൽ അസംതൃപ്തരായിട്ടുള്ള നിരവധി ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നാണ്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ. കാരണം അദ്ദേഹം പറഞ്ഞിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ സംഘടനാ പ്രശ്നങ്ങളാണ്. അത് എല്ലാ വിഭാഗം ആൾക്കാരെ ബാധിക്കുന്നതുമല്ല, മറിച്ച് അത് യുവജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സോഷ്യൽ മീഡിയയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇനി ചാനൽ ചർച്ചകളിൽ അഭിപ്രായം പറയുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരെയും, അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ധാരണയിൽ, അതാണ് അവർക്ക് കിട്ടുന്ന ഒരു പബ്ലിക്കിന്റെ ഇടയിലെ ക്ലൗട്ട് എന്ന ധാരണയിൽ അത്തരക്കാരെ സംഘടനയുടെ പല സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് അവരെ പ്രാഥമികമായിട്ട് പരിഗണിക്കുന്നു തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ രീതിയിലത്തേക്കുള്ള ഒരു ക്ലൗട്ട് ഇല്ലാത്ത, ഒരുപക്ഷെ അതിനുള്ള അത്രത്തോളം അവസരങ്ങൾ കിട്ടാത്ത, അതല്ലെങ്കിൽ ആ രീതിയിലത്തേക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത കുറേയധികം നേതാക്കന്മാർ, എന്നാൽ അടിയുറച്ച രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള പാർട്ടി അനുകൂലികളായിട്ടുള്ള ആൾക്കാർ തഴയപ്പെടുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്. ചാനൽ ചർച്ചകളിലെ പ്രകടനമോ സോഷ്യൽ മീഡിയയിലെ പ്രകടനമോ അതുവഴി ആൾക്കാരെ കൊണ്ടുവന്നതിന് ശേഷം ഒരു ക്ലൗട്ട് ബിൽഡ് ചെയ്യുകയും താനൊരു പ്രധാനപ്പെട്ട നേതാവാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നത് രാഷ്ട്രീയത്തിലൊരു ന്യൂനതയല്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഇന്നത്തെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ സാധ്യതകളെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു മിടുക്ക് കൂടിയാണ്. അപ്പൊ ആ രീതിയിലത്തേക്ക് അവർ വരുന്നു, അതെന്തുകൊണ്ട് മറ്റൊരാളിന് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കേണ്ടത് ഈ പരാതി പറയുന്ന ആൾക്കാരാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം, ഇപ്പോൾ പാർട്ടി പ്രതിനിധിയായിട്ട് ചാനൽ ചർച്ചകളിലേക്ക് അയക്കണമെങ്കിൽ അതിന് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകണം. പക്ഷേ സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ഫോളോവർ ബേസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് പാർട്ടിയുടേതായിട്ടുള്ള പിന്തുണ വേണ്ട. അതിനെ ഏറ്റവും കൂടുതലായിട്ട് അവരവർ സ്വന്തമായിട്ട് വിചാരിച്ചാൽ മതി. പിന്നെ ഓഫ് കോഴ്സ് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളിനെ പിന്തുടരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അപ്പോൾ പോലും ശ്രീ അഖിൽ ഉൾപ്പെടെ പറയുന്ന കാതലായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയുടെ ആശയപരമായിട്ടുള്ള അതിന്റെ കോറിനെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമല്ല. അദ്ദേഹം പറയുന്നത് ചില നേതാക്കന്മാർ പുതിയ നേതാക്കന്മാരെ കണ്ടെത്തുകയും അവരെ പല സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കുറേയധികം ചെറുപ്പക്കാർക്ക് പരാതികളുണ്ട് എന്നാണ്. അപ്പൊ ഇത് ചെറുപ്പക്കാർക്ക് മാത്രമുള്ള പരാതികളാണോ, അതോ ചെറുപ്പക്കാർ മറ്റുള്ള മുതിർന്ന ആൾക്കാരോടൊപ്പം ചേർന്ന് നിർത്തുന്ന ഈ അല്പം മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഒരു പടയൊരുക്കം എന്ന രീതിയിലത്തെ കാണോ എന്നുള്ളത് കൂടുതലായിട്ട് പുറത്തു വരേണ്ടുന്ന കാര്യമാണ്. കാരണം ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രത്യേകിച്ച് പാലക്കാട് സജീവമായിരുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വിഷയം ചോദിക്കുന്ന സമയത്ത് ശ്രീ ചാണ്ടി ഉമ്മൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതാണ്. ശരിയാണ്, ആ അവസരത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക ചുമതലകൾ നൽകിയതായിട്ട് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഭൂരിപക്ഷം സമയവും സ്പെൻഡ് ചെയ്തിരുന്നത് വയനാട്ടിലാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇന്ന് പോലും ഇന്നല്ല, അന്നത്തെ കാലത്ത് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വയനാട്ടിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ കാരണം ആ കുടുംബവുമായിട്ട്, അതായത് നെഹ്റു കുടുംബവുമായിട്ട് എൻ്റെ അച്ഛനുണ്ടായിരുന്ന ബന്ധമാണ്. അച്ഛൻ്റെ അസുഖമുണ്ടായിരുന്ന കാലത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിട്ടത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ആ ഒരു നന്ദിയും കടപ്പാടും തനിക്കുണ്ട്. അവിടെ നിന്ന് അതുകൊണ്ട് തന്നെ അറിയാവുന്ന ആൾക്കാർ ചേലക്കരയിലേക്ക് പ്രകടനത്തിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രചരണവുമായി പോകാൻ തയ്യാറാകുന്ന സമയത്ത് അതിന് പോലും അനുവദിക്കാതെ ആൾക്കാർ അവിടെ തന്നെ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള നിർബന്ധത്തിന് വഴങ്ങി അവിടെ നിന്നു എന്ന രീതിയിലത്തേക്ക് അതൊക്കെ ആ സമയത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കേണ്ട എന്ന് വെച്ച് ചാണ്ടിയുമ്മൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അദ്ദേഹത്തിന് പാലക്കാട് ഒരു ചുമതലയും നൽകിയിരുന്നില്ല എന്നതാണ് വാസ്തവം. അത് മാത്രമല്ല മറ്റ് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അവിടെ പോയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ സമയത്ത് കൂടെ ചാണ്ടിയുമ്മൻ ഇല്ലായിരുന്നു. ന്യൂസ് 18 ആ വാർത്ത ആദ്യം കൊടുത്തത്. ചാണ്ടിയുമ്മൻ അത് പോകേണ്ട എന്ന് തീരുമാനമെടുത്തതാണ്. അതൊരു പ്രതിഷേധത്തെ തുടർന്നാണ് അദ്ദേഹം പോകാതിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പോകേണ്ട എന്നുള്ള തീരുമാനം ചാണ്ടിയുമ്മൻ എടുത്തതാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ അടുത്തേക്ക്. അപ്പോൾ അതൊക്കെ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. ഇപ്പോൾ ചാണ്ടിയുമ്മന്റെ തുറന്നു പറച്ചിലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അന്നു മുതൽ തന്നെ ഇതിലൊരു എതിർപ്പുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ പോലും എതിർപ്പുണ്ടായിരുന്നു. അത് ചാണ്ടിയുമ്മന്റെ മാത്രം എതിർപ്പല്ല, VD സതീശൻ ഒറ്റയ്ക്ക് ഈ തീരുമാനം എടുത്തു എന്നതായിരുന്നുവല്ലോ അന്നത്തെ അന്തർനാടകമായിട്ട് വെളിയിൽ വന്നിരുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ചാണ്ടിയുമ്മന്റെ ഇപ്പോഴത്തെ പ്രസ്താവനയും വന്നിരിക്കുന്നത്.
അതെ, ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. അതായത് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന കാരണം അദ്ദേഹത്തിന് ചേലക്കരയിലേക്ക് പോകാനായിട്ട് സാധ്യമായിരുന്നില്ല. കാരണം വയനാട്ടിലേക്ക് അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്ന പല ഘടകങ്ങളും ഉണ്ടായി. പാലക്കാട് ഒരു ദിവസം മാത്രമാണ് അദ്ദേഹം പ്രചരണത്തിന് പോയത് എന്നുള്ളത് കണ്ടു. അതായത് നമ്മൾ കണ്ടിരിക്കുന്ന രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒന്ന് പി സരിൻ, മറ്റൊന്ന് ചാണ്ടി ഉമ്മൻ. ഇതിൽ സരിൻ ചെയ്തിരുന്ന എന്താണ്? സരിൻ തനിക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം, അസ്വാരസ്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അതേ സമയത്ത് തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. നേരെ മറിച്ച് ചാണ്ടി ഉമ്മൻ പാർട്ടിയുടെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ആ സമയത്ത് അത് പറയാൻ തയ്യാറായില്ല. പക്ഷെ അതിനുശേഷമുള്ള ഒരു അവസരത്തിൽ അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ സരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുറത്തേക്കുള്ള ഒരു വഴി അത് തുറന്നു കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എങ്കിൽ, ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകാനായിട്ട് അദ്ദേഹം തയ്യാറല്ല. പക്ഷെ ഈ രണ്ടാൾക്കാരും അടിസ്ഥാനപരമായി പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഇവർ പറയുന്ന പ്രതികരണത്തിന്റെ രീതിയെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ഇത് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു പേപ്പറിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. അതായത് പാർട്ടിയിൽ ചില ആൾക്കാർ ഫേവർ ചെയ്യുന്നു. അല്പം മുമ്പ് ശ്രീ ജയസ് അഖിലും പറഞ്ഞിരിക്കുന്നത് ഫേവററ്റിസം തന്നെയാണ്. അതായത് നിങ്ങൾ ചില കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അടിസ്ഥാനപരമായി പാർട്ടിയോട് വലിയ രീതിയിലത്തേക്കുള്ള കൂറുള്ള ചില ആൾക്കാരെ മാറ്റി നിർത്തുന്നതിനായിട്ട് മറ്റ് ചില മാനദണ്ഡങ്ങൾ പരിഗണിക്കുന്നു. ആ മാനദണ്ഡങ്ങൾ പരിഗണിക്കുന്നത് തന്നെ നിങ്ങളുടെ പാർട്ടിയിലുള്ള ചില ആൾക്കാരോടുള്ള ഫേവററ്റിസത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതേ ഫേവററ്റിസം തന്നെയാണ് സരിൻ പറഞ്ഞത്. സരിൻ അത് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു, അവരെന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യത്തിനെ പറ്റിയും അതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയെ പറ്റിയും അദ്ദേഹം പറഞ്ഞു. മറിച്ച് ചാണ്ടി ഉമ്മൻ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ മനസ്സിലാകുന്ന ഒരു കാര്യം, അന്ന് സരിൻ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമായിരുന്നില്ല എന്നാണ്. ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി പറഞ്ഞ രീതിയിൽ പ്രതികരിക്കാനായിട്ട് മറ്റുള്ള ആൾക്കാർ തയ്യാറായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പോകുന്ന സമയത്ത് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ബ്രിഗേഡ് ഒന്നും തന്നെ അദ്ദേഹത്തിനോടൊപ്പം പോകാതിരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്ന അഭിപ്രായമാണ് ശരി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കോൺഗ്രസിലുണ്ട് എന്നും ആ ആൾക്കാരുടെ അസ്വസ്ഥതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതും വ്യക്തമാണ്. അതല്ല എങ്കിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഇത് പറയേണ്ടത് കാര്യമില്ല. അദ്ദേഹം ഒരു അർത്ഥവിരാമം ഇട്ടതിന് ശേഷം അത്തരം ആ ഒരു പ്രസ്താവന നടത്തേണ്ടിയിരുന്നില്ല. ഇത് ചർച്ചയാകുമെന്നും ഇത് ചർച്ചയാകുന്ന സമയത്ത് പേരൊന്നും തന്നെ പറഞ്ഞില്ല എങ്കിലും ആരിലേക്കാണ് ഇത് പോവുക എന്ന കാര്യത്തിനെ പറ്റി വളരെ കൃത്യമായിട്ട് ചാണ്ടി ഉമ്മൻ അറിയാം, ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ചർച്ചയിൽ വരണം എന്ന് ആഗ്രഹിച്ചതും അവർ വന്നതും. ജയസ് അഖിൽ തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വന്ന് ടെലിഫോണിൽ അത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. ചാണ്ടി ഉമ്മൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കൊണ്ട് നിർത്തരുത്, അത് ഞങ്ങൾ ഇത് തുറന്നു പറയും, കൂടുതൽ ആളുകൾ ചാണ്ടി ഉമ്മന്റെ ഒപ്പമുണ്ട്, അത് ചാണ്ടി ഉമ്മൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, അത് പാർട്ടിയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്, ഇക്കാര്യം പൊതുസമൂഹത്തിൽ ചർച്ചയാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണല്ലോ. കാരണം പാർട്ടി അച്ചടക്കത്തിന് പോലും വിരുദ്ധമായ രീതിയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ പാർട്ടി ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും അവർ പങ്കെടുക്കുകയാണ്. ശ്രീ